ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ പണിപ്പുരയിൽ പോകാനുള്ള ടാസ്കിൽ ആരൊക്കെ പങ്കെടുക്കണം എന്നത് തീരുമാനിക്കാൻ വേണ്ടിയുള്ള ടാസ്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഡ്പിറ്റിൽ കൊടി കുത്തുക എന്നുള്ള ശ്രമകരമായ ടാസ്ക്കാണ് ബിഗ് ബോസ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എ, ബി എന്നിങ്ങനെ 2 ടീമുകളായിട്ട് തിരിച്ചിരിക്കുന്നു. 9 പേർ വീതമാണ് ഓരോ ടീമിലും ഉള്ളത്. ബി ടോക്ക് ഷോയിൽ പങ്കെടുത്ത ടീമുകളെ തന്നെ നിലനിർത്തിയാണ് ഈ 9 പേരെയും സെലക്ട് ചെയ്തിട്ടുള്ളത്. പിങ്കും മഞ്ഞയും നിറത്തിലുള്ള കുറേയധികം കൊടികൾ വെച്ചിട്ടുണ്ട്. അതിൽ പിങ്കു നിറത്തിലുള്ള കൊടികൾ ടീം ബിയുടെയും മഞ്ഞ നിറത്തിലുള്ള കൊടികൾ ടീം എയുടേതുമാണ്. ഓരോ ടീമിനും എത്രത്തോളം കൊടികൾ നഷ്ടപ്പെടാതെയും നശിപ്പിക്കപ്പെടാതെയും ആ മഡ്പിറ്റിൽ കുത്താൻ പറ്റുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ടാസ്കിൻ്റെ വിജയം. ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ ജിസൈൽ മുഴുവൻ കൊടികളുമായി വന്ന് പിറ്റിൻ്റെ ഒരു മൂലയ്ക്ക് കമിഴ്ന്നു കിടക്കുന്നു. അതിനു മുകളിൽ ശൈത്യയും നൂറയും കിടക്കുന്നു. ഏറ്റവും അടിയിൽ കിടന്ന ജിസൈലിന് അത്ര ശ്വാസം മുട്ടിയില്ലെങ്കിലും അതിന് മുകളിൽ കിടന്ന നൂറയ്ക്ക് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ബി ടീമിൽ മുഴുവൻ കൊടികളും എടുത്ത് ഇതുപോലെ തന്നെ നെവിനും കമിഴ്ന്നു കിടക്കുന്നു. അതിന് മുകളിൽ അനീഷ്, സരിക, അങ്ങനെ പലരും മുകളിലായി വന്ന് കിടക്കുന്നുണ്ട്. അവർ മറ്റൊരു ബുദ്ധി കൂടി പ്രയോഗിക്കുന്നുണ്ട്. അനുമോൾ മുഴുവൻ കൊടികളും വാരിയെടുത്ത് ഡ്രസ്സിനുള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കൊടികൾ ആദിലയും സൂക്ഷിക്കുന്നു. കൊടികൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മുകളിൽ കിടന്നുണ്ടായ ശ്വാസമുട്ടലും എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ പലരുടെയും കൈക്കും കാലിനും ഒക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ബിഗ് ബോസ് ദേഷ്യത്തിൽ കണ്ടിന്യൂസ് ബസറടിച്ച് മത്സരം നിർത്തുകയാണ് ചെയ്തത്. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയും മണ്ണുവാരിയെറിയലും ഉന്തലും തള്ളലും എല്ലാം ഉണ്ടായിരുന്നു. ഷാനവാസും ആര്യനും തമ്മിൽ ചവിട്ടും കുത്തും മണ്ണെറിയലും ബിഗ് ബോസിൻ്റെ ശാസനയും എല്ലാം ഉണ്ട്. ഏറ്റവും അടിയിൽ ബ്രില്യൻ്റായി കിടന്നുകൊണ്ടുള്ള ജിസൈലിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അതിന് മുകളിൽ കിടന്ന നൂറയ്ക്ക് ചെറുതായി ബോധക്ഷയം പോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവരെ എല്ലാവരും ആശ്വസിപ്പിക്കുന്നത് കാണാമായിരുന്നു. അനീഷ്, ഒനിൽ, ശാരിക, ആദില അങ്ങനെ പലർ തമ്മിൽ കൂട്ടയടിയായിരുന്നു അതിനിടയ്ക്ക് ഉണ്ടായിരുന്നത്. അഭിലാഷിനും അക്ബറിനും ഒക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെല്ലാം ഓരോരുത്തരായി ബിഗ് ബോസ് വിളിച്ചതനുസരിച്ച് ഡോക്ടറെ കാണാനായി പോയിരിക്കുകയാണ്. ടാസ്ക് നിർത്തിവെച്ചിരിക്കുകയാണ്.